ചിക്കനും മീനും ഒന്നും കഴിക്കാത്തവർക്കും ഇനിയിപ്പോൾ കഴിക്കുന്നവർക്ക് പോലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സോയാബീൻ്റെ റെസിപ്പിയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം 2 കപ്പ് സോയാബീൻ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ വലിയ സോയാബീനാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറുത് വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ സോയാബീനൊക്കെ ഇതുപോലെ അങ്ങ് ഡബിളായിട്ട് പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അപ്പം ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ആ സോയാബീൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള നമ്മുടെ സോയാബീൻ്റെ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാനിത് ആദ്യമേ തന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ മുളക് പൊടി ഇത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതിലോട്ട് 1 സ്പൂൺ തൈര് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 3/4 സ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയും 1/4 സ്പൂൺ നമ്മുടെ ഗരം മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിച്ചിട്ടുള്ളതും പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇട്ടേക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഒരു 3 സ്പൂൺ കോൺഫ്ലോർ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം. കോൺഫ്ലോറിന് പകരം മൈദ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതിലോട്ട് 1 സ്പൂൺ പത്തിരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 സ്പൂൺ നാരങ്ങ നീരാണ് എടുത്തേക്കുന്നത്. അതും പിന്നെ 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിരിക്കും നമ്മുടെ സോയാബീൻ എങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അധികം മസാലക്ക് വെള്ളമാക്കി എടുക്കണ്ട കേട്ടോ. സോയാബീൻ കൂടെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തിരികിട്ട് അങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഇതങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ സോയാബീനിലോട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് അങ്ങ് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ചൂടായിട്ടുള്ള നമ്മുടെ ഓയിലിലോട്ട് സോയാബീൻ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കളറൊക്കെ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചെയ്തെടുത്തതിന് ശേഷം അതേ ഓയിലിലോട്ട് തന്നെ ഞാനിത് 1 പിടി കറിവേപ്പില കൂടി ഇട്ടിട്ട് അങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ അങ്ങ് വറുത്ത് കോരിയതിന് ശേഷം ഇനിയിപ്പോൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഒരു 3 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ടാണ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളകും കളറൊക്കെ അല്പം ഒന്ന് മാറി വരുമ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ എണ്ണ അങ്ങ് മാറ്റി വെച്ചേക്കും. അടുത്തതായിട്ട് നമ്മളിത് ഒരു പാൻ അങ്ങ് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഒരല്പം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു 6-7 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ 1 സ്പൂൺ നമ്മുടെ ചില്ലി സോസും ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തേക്കുന്നത്. അതുകൂടെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ അങ്ങ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ അതങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. സോയ കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടെ അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം അവിടെ റെഡി ആയി കിട്ടി. ഇതിപ്പോൾ വേണേ വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ 10 രൂപയുടെ സോയാബീൻ ഉണ്ടെങ്കിൽ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.